നിങ്ങളെ മുമ്പ് സ്നേഹിച്ച് ഒഴിവാക്കിയതിൽ വേദന തോന്നുന്ന ഒരു വ്യക്തി പിന്നീട് ചെയ്യുന്ന ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളെ സ്നേഹിച്ച് ഒഴിവാക്കിയ ഒരു വ്യക്തി പിന്നീട് നിങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പിന്നെയും സ്നേഹം തുടങ്ങുമ്പോൾ ഈ 6 കാര്യങ്ങൾ അവർ നിങ്ങളോട് ചെയ്യുന്നതായി നിങ്ങൾ കാണാവുന്നതാണ്. 1. പണ്ടത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് അങ്ങനെ വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുക. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ വേദനാജനകമായ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വീണ്ടും സ്നേഹം തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 2. പിന്നെയും പിന്നെയും അടുത്തുകൂടി നടക്കുക. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് ഉപേക്ഷിച്ച് മാറി നടന്ന വ്യക്തിയാണ്. പക്ഷെ പിന്നെ രണ്ടാമതും വന്ന് നിങ്ങളുടെ കൂടെ അടുത്തുകൂടി നടക്കുക, സ്നേഹം നടിച്ച് നടക്കുക. അങ്ങനെ നിങ്ങളോട് കൂടുതൽ ഇടപഴകുന്നതായി, അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ അടുത്ത് വരുന്നതായി നിങ്ങൾക്ക് തോന്നുക. അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തി ഹൃദയത്തിൽ പിന്നെയും നിങ്ങളോട് സ്നേഹം തുടങ്ങിയിട്ടുണ്ട്. പഴയ അവസ്ഥകളെല്ലാം ആ വ്യക്തി മറക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് വീണ്ടും ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 3. പഴയ കാര്യങ്ങൾ പുറമേ കാണിക്കാതെ പുതിയ ഒരവസ്ഥ പോലെ നിങ്ങളോട് ഇടപെടുക. അതായത് പണ്ട് പല അവസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ ബന്ധത്തിൽ. അത് ദുഃഖമാകാം, സന്തോഷമാകാം, അങ്ങനെ പലതുമാകാം. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ, അതൊന്നും കൂടുതൽ എടുത്തിടാതെ പുതിയൊരവസ്ഥ പോലെ നിങ്ങളോട് ഇടപെട്ട് വീണ്ടും വരിക. അതായത് പുതിയ ഒരു കൂടിക്കാഴ്ച പോലെ നിങ്ങളോട് ഇടപെടുക. എന്നാൽ അവർ നിങ്ങളെ പിന്നെയും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ പഴയ അവസ്ഥയിൽ അവർക്ക് വേദനയുണ്ട്, നിങ്ങളെ മുമ്പ് ഉപേക്ഷിച്ചതിൽ അവർക്ക് വേദനയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനനുസൃതമായിരിക്കും നിങ്ങളോടുള്ള അവരുടെ പ്രവർത്തനങ്ങളും. ഇത് അറിഞ്ഞിരിക്കുക. 4. സംസാരത്തിൽ ആദ്യത്തേതുപോലെ തന്നെ സ്നേഹം കാണിക്കുക, അല്ലെങ്കിൽ ആദ്യത്തേനേക്കാൾ കൂടുതൽ സ്നേഹം കാണിക്കുക. ആദ്യം എങ്ങനെയാണോ നിങ്ങൾ ഇടപെട്ടത് അതുപോലെ തന്നെ നിങ്ങളോട് പിന്നെ ഇടപെടാൻ ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പിന്നെയും നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യമൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി സ്വരച്ചേർച്ചയില്ലാതെ നടന്നവരായിരിക്കാം. പിന്നീട് നിങ്ങൾ വേർപിരിഞ്ഞ് പോയിട്ടുണ്ടാകാം. എന്നാൽ പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മറന്ന് വീണ്ടും അവർ നിങ്ങളോട് ഒന്നാകാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ട്, വേദനയുണ്ട്, പിന്നെയും നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആദ്യത്തേതുപോലെ തന്നെ ഇപ്പോഴും സ്നേഹം കാണിക്കുന്നത്. ഇത് അറിഞ്ഞിരിക്കുക. 5. എന്ത് സഹായവും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് പിന്നീട് അവർ ഒരു സപ്പോർട്ടായിരിക്കും. ആദ്യത്തേതിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി, പക്ഷെ രണ്ടാമത് വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. അവരുടെ ഉള്ളിൽ ആ വേദന കിടക്കുന്നിടത്തോളം നിങ്ങളെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കും, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമേ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തി പിന്നീട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു സഹായത്തിൻ്റെ രീതിയിൽ ഇടപെടുന്നതായി കാണാവുന്നതാണ്. അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥ സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ. പഴയ അവസ്ഥകളൊക്കെ അവർ മറന്നു കഴിഞ്ഞു. പഴയ അവസ്ഥകളിൽ നിന്ന് അവരുടെ ഹൃദയം വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു. നിങ്ങളെ വീണ്ടും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. 6. നിങ്ങളെ എപ്പോഴും ഹാപ്പിയാക്കാൻ മാക്സിമം ശ്രമിക്കുക. പഴയ കാലത്ത് ഉള്ള ആ ബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങളായിരുന്നു, സന്തോഷമില്ലായ്മയായിരുന്നു, എപ്പോഴും വേദനയായിരുന്നു. എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരുമ്പോൾ പുതിയൊരു വ്യക്തിയെപ്പോലെയാണ് ഇടപെടുന്നത്. നിങ്ങളെ എപ്പോഴും ഹാപ്പിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേദന തരുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല. എപ്പോഴും നിങ്ങളെ സന്തോഷമുള്ള ഒരു വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരൊക്കെ മുമ്പ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയാലും പിന്നീട് നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് അടുത്ത് ഇടപഴകാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. ഇതൊക്കെ മനസ്സിലാക്കുക ജീവിതത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.